ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളിൽ ഒന്നാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിൽ നിന്ന് അനേകം പേർ നിരവധി വായ്പകൾ എടുക്കാറുണ്ട്. ഫെഡറൽ ബാങ്ക് 5 ലക്ഷം രൂപ വരെ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ പൂർണ്ണമായിട്ടും ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ആയിട്ട് വായ്പ നൽകുന്നുണ്ട്. ഈ വായ്പയുടെ പേരാണ് ഫെഡറൽ ബാങ്കിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ. അനേകം പേർ ഈ വായ്പ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോണിന്റെ മുഴുവൻ വിവരങ്ങളുമാണ്. ഇത് എങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം, ഇതിന്റെ വായ്പാ തുക, ഇതിന്റെ പലിശ നിരക്ക്, തിരിച്ചടവ് തുടങ്ങിയ ഈ വായ്പയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമാണ്. ഈ വായ്പ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതാണ്. കാരണം ഫെഡറൽ ബാങ്ക് പോലെ ഒരു പ്രമുഖ ബാങ്കാണ് നമുക്ക് വായ്പ നൽകുന്നത്. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു ലോൺ ആണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. എൻ്റെ പേര് ക്ലെൻസ് രാജ് മണിവളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ന് ബാങ്കിങ് മേഖല പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വായ്പകൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും. നമുക്ക് ബാങ്കുകളൊന്നും പോയി വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫെഡറൽ ബാങ്കിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ പ്രകാരം ലഭിക്കുന്ന കുറഞ്ഞ വായ്പാ തുക എന്ന് പറയുന്നത് 50,000 പരമാവധി 50 ലക്ഷം രൂപ വരെയാണ് നമുക്ക് വായ്പയിൽ ലഭ്യമാകുന്നത്. എടുക്കുന്ന വായ്പകൾക്ക് തിരിച്ചടവ് കാലാവധിയായി ലഭിക്കുന്നത് 12 മാസം മുതൽ 60 മാസം വരെയാണ്. അതായത് 1 വർഷം മുതൽ നമുക്ക് 5 വർഷം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധി ലഭിക്കും. നമ്മൾ ഏത് വായ്പ എടുക്കാൻ പോയാലും ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ പലിശ നിരക്ക്. കാരണം വാർഷിക പലിശ നിരക്ക് നോക്കുമ്പോൾ നമ്മൾ എടുത്ത വായ്പയെക്കാളും എന്തുമാത്രം നമ്മൾ കൂടുതൽ തിരിച്ചടയ്ക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഈ വായ്പയുടെ പലിശ നിരക്ക്, അതായത് വാർഷിക പലിശ നിരക്ക് എന്ന് പറയുന്നത് 11.99% മുതൽ 17.49% വരെയാണ്. പേഴ്സണൽ ലോൺ ആയതുകൊണ്ട് തന്നെ അൺസെക്യൂർഡ് ലോണാണ്. അൺസെക്യൂർഡ് ലോൺസ് എന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നമുക്ക് ബാങ്കിന് നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വായ്പകൾക്ക് പൊതുവെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും പലിശ കൂടുതൽ ഈടാക്കും. എന്നാൽ നമ്മൾ മറ്റ് ബാങ്കുകളുടെ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ പേഴ്സണൽ ലോൺസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പലിശ നിരക്ക് കുറവാണെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഈ വായ്പയുടെ പ്രോസസിംഗ് ഫീസ് നമ്മൾ എടുത്ത വായ്പയുടെ 2%. ഈ പ്രോസസിംഗ് ഫീസ് എന്ന് വെച്ചാൽ നമ്മൾ വായ്പ എടുക്കുമ്പോൾ ബാങ്കിൽ ഒത്തിരി പ്രോസസിംഗ് നടക്കും. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അവർ നമ്മളിൽ നിന്ന് ഈടാക്കുന്ന തുകയാണ് 2%. പിന്നെ പ്രീ ക്ലോസർ ചാർജ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ 3%. ഈ പ്രീ ക്ലോസർ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ കുറച്ച് പണം വന്നു. ആ പണം വന്നപ്പോൾ നമ്മൾ എടുത്ത വായ്പ നമ്മൾ കാലാവധിക്ക് മുമ്പ് തിരിച്ചടയ്ക്കാൻ തീരുമാനിക്കുകയാണ്. ഇതാണ് ഈ പ്രീ ക്ലോസർ എന്ന് പറയുന്നത്. അത് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ 3% നമ്മൾ ചാർജ് ബാങ്കിന് നൽകേണ്ടത്. ഇനി ആർക്കൊക്കെ ഈ വായ്പ ലഭിക്കുമെന്ന് നോക്കാം. 21-നും 55-നും ഇടയിൽ പ്രായമുള്ള സാലറിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാവുന്നത്. സാലറിഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൈവറ്റ് മേഖലയിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിലോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വായ്പ ലഭ്യമാകും. ഞാൻ പറഞ്ഞു, ഇത് ഫെഡറൽ ബാങ്ക് തരുന്ന ഒരു ലോണാണ്. നമുക്ക് എളുപ്പം ലഭിക്കും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. പിന്നെ നല്ലൊരു സിബിൽ സ്കോർ വേണം. നല്ല സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ 750-ന് മുകളിലെങ്കിൽ സിബിൽ സ്കോർ വേണം. ഈ സിബിൽ സ്കോർ എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് സിബിൽ സ്കോർ, എങ്ങനെ സിബിൽ സ്കോർ കുറയുന്നു കൂടുന്നു തുടങ്ങിയ വീഡിയോസ് ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പ്രായം, ജോലി സ്ഥിരത, അതുപോലെ വരുമാനം, സിബിൽ സ്കോർ തുടങ്ങിയ പരിഗണിച്ചാണ് ബാങ്ക് എന്തുമാത്രം വായ്പാ തുക നൽകണം, അതുപോലെ പലിശ നിരക്ക്, തിരിച്ചടവ് കാലാവധി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇതിന് കോ ആപ്ലിക്കൻസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ കോ ആപ്ലിക്കൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കോ ആപ്ലിക്കൻസിന്റെ വരുമാനം ആഡ് ചെയ്യത്തില്ല. നമുക്കറിയാം, ഹോം ലോൺസ് ഒക്കെ ആണെങ്കിൽ കോ ആപ്ലിക്കൻസിന്റെ വരുമാനം കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ മാത്രമാണ് സിബിൽ സ്കോറും പ്രതിമാസ വരുമാനവും പരിഗണിക്കുന്നത്. എടുത്ത വായ്പ നമ്മൾ തിരിച്ചടയ്ക്കുന്നത് ഓട്ടോ ഡെബിറ്റ് ആയിട്ടാണ്. ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ NSCH നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. NSCH ആക്ടിവേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ EMI ഡേറ്റിൽ തനിയെ ക്യാഷ് എടുത്തോളും. അങ്ങനെയാണ് നമ്മൾ തിരിച്ചടവ് നടത്തേണ്ടത്. ഈ വായ്പയ്ക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ. ഇത്രയും മാത്രം മതി നമുക്ക് ഈ വായ്പ ലഭ്യമാകാൻ. ഈ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കണമെന്ന് പറയുന്നത് നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യും വായ്പ ലഭിക്കാൻ. ആ എഗ്രിമെന്റ് നിയമപരമായിട്ട് വാലിഡ് ആണ്. അപ്പോൾ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുമ്പോഴാണ് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. ഈ വായ്പയ്ക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫെഡറൽ ബാങ്ക് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് മോളിൽ കാണാം പേഴ്സണൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോൺസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. ലോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡിജിറ്റൽ പേഴ്സണൽ ലോൺസ് എന്നുള്ള സെക്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് EMI കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴെ കാണാം അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വായ്പയ്ക്ക് ഓൺലൈൻ വഴി നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ സാധിക്കും. തികച്ചും സേഫ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. കാരണം ഫെഡറൽ ബാങ്ക് പോലെ ഒരു പ്രമുഖ ബാങ്കാണ് നിങ്ങൾക്ക് വായ്പ നൽകുന്നത്. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് നിങ്ങൾക്ക് നേരിടേണ്ടി വരത്തില്ല. ഈ വായ്പ നിരവധി പേര് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വായ്പയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ശാഖയായിട്ട് ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഈ വായ്പ എടുത്തിട്ടുള്ളവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.